50 കോടി രൂപ വരുന്ന വില്ല ദുബായിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ട് പറ, നാട്ടിലാണോ അതോ ഇവിടുത്തെ വില്ലാസാണോ ഭംഗി, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ആ ഒരു എന്താ പറയുക ആംബിയൻസ് ഒക്കെ ദുബായിലെ വില്ലയ്ക്കാണോ അതോ നാട്ടിലെ വില്ലയ്ക്കാണോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം. ആക്ച്വലി എൻ്റെ പ്രൈസ് അറൗണ്ട് 30 മില്യൺ ആണ്. ഡമാക്ക് എന്ന് പറയുന്ന ഡമാക്ക് കവാലി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ വില്ലയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം 50 കോടി രൂപയാണ്, 50 to 60 കോടി രൂപയാണ് ഈ കവാലി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈ വില്ലയുടെ വില വരുന്നത്. ഇത് ഡമാക്ക് ഹിൽസ് 1 എന്ന് പറയുന്ന ദുബായിലെ ഒരു നല്ല കമ്മ്യൂണിറ്റിയാണ്. ഡൗൺ ടൗണിനും പാം ജുമേറയിൽ ഈക്വലി ഒരു 20 മിനിറ്റ്സ് ഡിസ്റ്റൻസിലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. 50 കോടി രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും വിലയുള്ള എന്താണ് ഇവിടെയുള്ളത്. ഇവിടെ 50 കോടി മുതൽ 750, 1500 കോടി രൂപയുള്ള പ്രോപ്പർട്ടീസ് ദുബായിലുണ്ട്. ദുബായ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ മാർക്കറ്റാണ്. ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്നതാണ്. കാരണം ദുബായിലൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ദുബായിൽ പ്രോപ്പർട്ടീസ് വാങ്ങുന്നത് 195 കൺട്രീസിലെ ആളുകളാണ്. ഇതൊരു ഓപ്പൺ മാർക്കറ്റാണ്. എല്ലാ രാജ്യക്കാരും ഇപ്പം വൈറ്റ് അറബ്സ് ആയിക്കോട്ടെ, റഷ്യ, ഉക്രൈൻ, അല്ലെങ്കിൽ ചൈനീസ്, USA, ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ബയേഴ്സ് ഉണ്ട്. പൈസയുള്ളവർ ഒരു പ്രസ്റ്റീജിയസ് ആണ്. സെക്കൻഡ് ഹോമാണ് ദുബായ് എന്ന് പറയുന്നത്. കാരണം ഇവിടെയാണെങ്കിൽ സേഫ്റ്റി ഉണ്ട്, ലക്ഷറി ഉണ്ട്, ടാക്സ് ഇല്ല. അപ്പം ഇതൊരു ഹെവനാണ് ആക്ച്വലി. ഇപ്പം പാർട്ടി ഒരു ഹബ്ബാണ് ദുബായ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല ഇപ്പോൾ ഇവിടെ കിട്ടാത്തതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇവിടെ ഒരു നല്ലൊരു വീട് എന്നുള്ളതൊരു ഡ്രീമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദറംസ്, ഇപ്പോൾ ഡോളേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ 3 മടങ്ങ്, അതായത് 3 ടൈംസ് കുറവല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ആളുകൾ കൂടുതലും ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലും ആളുകൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യുക. ഇന്ത്യൻസിനും ഇപ്പോൾ ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിലൊക്കെ ലിസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 കോടി 150 കോടിയുടെയൊക്കെ പ്രോപ്പർട്ടികൾ ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിലായാലും അതുപോലെ എമിറേറ്റ്സ് ഹിൽസിലായാലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഡമാക്ക് ഹിൽസ് 1 കവാലി എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്. അടിപൊളി പ്രോപ്പർട്ടിയാണ്. 50 കോടി രൂപ എന്തുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടിക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് അകത്തുനിന്ന് കാണാം. നമ്മുടെ നാട്ടിലെ പാലസിനൊക്കെ വരുന്ന പോലത്തെ വലിയ ഡോറാണ് കണ്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10 ഫീറ്റ് ഹൈറ്റിൽ ഡോറാണിത്. അതുപോലെ സീലിംഗ് ആണെങ്കിലും എന്ത് ഹൈറ്റിലാണ്. നമ്മൾ മെയിൻ ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15-20 പേർക്ക് സുഖമായിട്ടിരിക്കാം. റോബോട്ടോ കവാലിയുടെ തന്നെ ഫർണിച്ചേഴ്സാണ്. ഇപ്പോൾ നമ്മൾ വിൻഡോസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ വിൻഡോസാണ്, നല്ല ആംബിയൻ ലൈറ്റൊക്കെ അകത്തേക്ക് വരുന്നത്. നമുക്ക് ഡേ ടൈമിലൊന്നും വേറെ ലൈറ്റിൻ്റെ ആവശ്യമില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലയാണ്. പിന്നെ അതുപോലെ നമ്മൾ ലിവിങ് ഏരിയ എന്ന് ജസ്റ്റ് വരുമ്പോൾ ഡൈനിങ് ഏരിയ, ഇതൊരു ഫാമിലി ഡൈനിങ് ഏരിയ ആണ്. അവിടെ നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, ഒരു നമുക്ക് ഓപ്പൺലി യൂസ് ചെയ്യാവുന്ന നല്ലൊരു ഏരിയയാണ് ഇത്. ഇൻക്ലൂഡിങ് ഒരു പൂളാണ് വരുന്നത്, പ്രൈവറ്റ് പൂള്, അതുപോലെ ചെറിയ ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിന് താഴേക്ക് തന്നെ ഇവിടുന്ന് തന്നെ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങാം. ഈ വില്ല ആക്ച്വലി ബേസ്മെൻറ്റ്, ഗ്രൗണ്ട്, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ഇത്രയും വരുന്നുണ്ട്. ഏകദേശം 7 ബെഡ്റൂം ഉണ്ട്. 7 ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂംസ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണാൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. ബേസ്മെൻറ്റിലെ കാർ പാർക്കിംഗ് ആണ് ഏറ്റവും ഭംഗി, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. നല്ല അടിപൊളി ഒരു പ്രൈവറ്റ് പൂളുണ്ട്, പിന്നെ ഒരു കിഡ്സ് പൂളുണ്ട്. നമുക്ക് ലക്ഷറി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി നല്ല ലക്ഷറി എന്ന് പറയുന്നത്. നമ്മുടെ ദുബായിൽ ഇതുപോലൊരു ലക്ഷറിയസ് ആയിട്ടുള്ള വില്ല നമുക്കുണ്ടെങ്കിൽ പിന്നെ അതൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ, പ്രൗഡാണ് നമുക്ക് പറയാൻ തന്നെ. ഇങ്ങനെ ഒരു 50 മില്യൺ അല്ലെങ്കിൽ ഒരു 40 മില്യൺ വിലയുള്ള അല്ലെങ്കിൽ 30 മില്യനൊക്കെ വിലയുള്ള വില്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്രാൻഡ് വാല്യൂ ആണ് നമുക്കതുണ്ടെന്ന് പറയുമ്പോൾ. അതുപോലെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. എത്ര വലിയ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ഇതുപോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനൊക്കെ ഒരു വാല്യൂ എന്നും ഉണ്ട്. നമ്മൾ ഈ ഓപ്പൺ സ്പേസിൽ നിന്ന് നമ്മൾ തിരിച്ച് ഡൈനിങ് ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ ഒരു നല്ലൊരു ലിവിങ് കം ഡൈനിങ് ഏരിയ ആൻഡ് ഓപ്പൺ കിച്ചൺ ആണുള്ളത്. ഓപ്പൺ കിച്ചൺ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ വില്ലയ്ക്ക് ഒരു പ്രൈവറ്റ് ലിഫ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി ലിഫ്റ്റാണ്, അത് ഞാൻ കാണിച്ചു തരാം. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല പ്രൈവറ്റ് ഒരു ലിവിങ് ഏരിയ. ഈ ലിവിങ് ഏരിയ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് ആക്സസ് ഉണ്ട്. ഇപ്പം ലിവിങ് കം ഡൈനിങ് ഏരിയ ആണ്. നോക്കിയാൽ മനസ്സിലാവും എന്ത് ഭംഗിയായിട്ടാണ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് വരെ ചെയ്തിട്ടാണ് അവർ നമുക്ക് ഈ വില്ല തരുന്നത്. നമ്മൾ ഫർണിഷ് ചെയ്യുക ഒന്നും വേണ്ട, വാങ്ങുക, താമസിക്കുക. അല്ലെങ്കിൽ നമ്മളിത് എന്താ വെച്ചാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈവൻ എല്ലാ ഡീറ്റെയിലിംഗ് നിങ്ങൾ ഇവിടെ നോക്കിയോ, ഫുള്ള് ലൈറ്റിങ്സ് ആണെങ്കിലും സീലിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വാർഡ്രോബ്സ് ആണെങ്കിലും ഈവൻ കർട്ടൻസ് ആണെങ്കിലും വരെ റോബോട്ടോ കവാലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഇത്രയും നല്ലൊരു ലക്ഷറിയസ് ബ്രാൻഡ്, എന്താ പറയുക, ടൈലർ മെയ്ഡ്, അത്ര എന്താ പറയുക നല്ല രീതിയിൽ ചെയ്ത ഒരു വില്ലയാണിത്. പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് ഇപ്പോൾ കിച്ചൺ, ഇത് ഐലൻഡ് കിച്ചണാണ്. കിച്ചൺ ആണെങ്കിലും കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് ആയിക്കോട്ടെ, ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഇതൊരു ഓപ്പൺ സ്റ്റൈൽ കിച്ചണാണ് നമുക്ക്. പിന്നെ നമ്മൾ അകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് എല്ലാ എക്യുപ്മെൻറ്റ്സും നല്ല ബ്രാൻഡഡ് എക്യുപ്മെൻറ്റ്സ്, സീമെൻസിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്ര നല്ല രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈവൻ നമുക്ക് ഇവിടെ ഒരു മെയ്ഡ് റൂമുണ്ട്. മെയ്ഡ് റൂം ആണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ സ്റ്റോർ റൂമുണ്ട്. മെയ്ഡ് റൂം ആണെന്നുണ്ടെങ്കിൽ നല്ല അറ്റാച്ച് വാഷ്റൂമൊക്കെ ഉള്ള നല്ല സ്പേഷ്യസ്. ഇത് തന്നെ ഒരു നോർമൽ ദുബായ് ഒരു ചെറിയ ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിലൊരു 1 ബെഡ്റൂമിൻ്റെ സൈസ് ഉണ്ട് മെയ്ഡ് റൂം തന്നെ.
നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഈവൻ ബെഡ്റൂംസിൻ്റെ വാഷ്റൂമൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ലിവിംഗ് കം ഡൈനിങ് ഏരിയ, പിന്നെ കിച്ചൺ, അതുപോലെ നമ്മുടെ മെയ്ഡ് റൂം, ഇവിടെ ആണെങ്കിൽ ഒരു വലിയൊരു ലിവിംഗ് കം ഡൈനിങ് ഏരിയ, എല്ലായിടത്തു നിന്നും ഡയറക്റ്റ് പുറത്തേക്ക് ആക്സസ് ഉണ്ട്. ഇതാണ് ആക്ച്വലി ബേസ്മെൻറ്റിലേക്കുള്ള സ്റ്റെയർ കേസ്. ഈവൻ ലിഫ്റ്റും ഉണ്ട്. ലിഫ്റ്റൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഈവൻ ഫുൾ ഗോൾഡൻ കളറിലാണ് തീം ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ ആൻഡ് ക്രീം ദെൻ ബ്രൗൺ, ഇതാണ് ഇവിടുത്തെ ഒരു കളർ തീം അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് റോബർട്ടോ കവാലിയുടെ ഇൻറ്റീരിയർ ഡിസൈനറെ വെച്ചിട്ടാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഈ ഒരു വില്ലയ്ക്ക് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ലിഫ്റ്റ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഫ്ലോറിൽ അപ്രോക്സിമേറ്റ്ലി 3 ബെഡ്റൂംസ് ഉണ്ട്. എല്ലാ ബെഡ്റൂംസും മാസ്റ്റർ ബെഡ്റൂംസ് ആണ്. ഒന്നിനും ഒരു വിട്ടുവീഴ്ചയില്ല. എല്ലാം നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വില്ലയാണിത്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഈ ഒരു എന്താ പറയുക, ഒരു ബ്രോൺസിൻ്റെ ഫിനിഷാണ്. അതും നല്ല ഭംഗിയായിട്ട് എന്താ പറയുക, നമ്മുടെ CNCയിൽ ചെയ്ത ഒരു പീസാണ് ഈ കാണുന്നത്. എല്ലാ കാര്യങ്ങളും ഈവൻ വോൾ സ്റ്റിക്കേഴ്സ് വരെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ എത്തുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സീലിംഗ് ആയിക്കോട്ടെ, വാൾപേപ്പർ ആയിക്കോട്ടെ, വാർഡ്രോബ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ഇലഗൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഇവൻ നാട്ടിലുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലൊക്കെ ഇതെങ്ങനെ ഇവിടെ താമസിക്കും എന്നുള്ള ഡൗട്ടാണ് എനിക്ക്. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനേ തോന്നുള്ളൂ, യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. അതാണ് സത്യം. ഈവൻ വാക്കിൻ വാഷ്റൂം ക്ലോസറ്റൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ ഭയങ്കര യൂണീക്കാണ്. നമുക്ക് എന്താ പറയുക, 2 വാഷ്റൂം സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ഒക്കെ ആണെങ്കിലും നല്ല, ഈവൻ ഈ മിററൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്ത് അടിപൊളിയായിട്ടാണ് ഈ മിററൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ വാഷ് ബേസിനൊക്കെ ആണെങ്കിലും ചെറിയ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു പ്രോപ്പർട്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും സ്ട്രക്ചറിലാണ് ഭംഗി. സ്ട്രക്ചറിലേക്കാട്ടും കൂടുതൽ ഭംഗി അല്ല ഡീറ്റെയിലിങ്ങിലാണ്. ചെറിയ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് ഒരു പ്രോപ്പർട്ടിക്ക് ഭംഗി ഉണ്ടാകുന്നത്. എല്ലാ ബെഡ്റൂംസിനും ബാൽക്കണി ആക്സസ് ഉണ്ട്. അതുപോലെ ബാൽക്കണി ആക്സസ് മാത്രമല്ല, ബാൽക്കണിയിലെ വ്യൂവും കൂടെ നിങ്ങൾ നോക്കണം. നല്ല ഗോൾഫ് വ്യൂ ആണ്, ഗോൾഫ് പ്ലസ് ലേക്ക് വ്യൂ ആണ് കാണുന്നത്. നല്ല പ്രൈവസി ഉള്ള, നല്ല ഡീസൻറ്റ്, അതായത് നമുക്കൊരു എന്താ പറയുക, ഒരു പീസ്ഫുൾ സ്റ്റേക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ്. ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല ആരുടെയും. നമുക്ക് പൈസയുള്ളവർക്ക് എന്താ പറയുക, നല്ല പീസ്ഫുള്ളായിട്ട് താമസിക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത്. അതുപോലെ ഈ പ്രോപ്പർട്ടിയിലെ 2ാമത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. കർട്ടൻ്റെയൊക്കെ ഡിസൈൻ നോക്കി നമ്മുടെ പുലിത്തോല് പോലത്തെ ഡിസൈനൊക്കെയാണ്. നല്ല അടിപൊളിയാണ്. ഇവൻ ഇതുകൊണ്ടോ നമ്മുടെ വർക്കൊക്കെ, ഓളുടെ വർക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ 2ാമത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂംസിലെ ലൈറ്റ്സൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നുള്ള ഇതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചെന്ന് പോലും നമുക്ക് ഡൗട്ടായി പോകും. അത്ര ക്രിയേറ്റീവ് ആയിട്ടാണ് ലൈറ്റ്സൊക്കെ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ എന്താ പറയുക, ബെഡാണെങ്കിലും അതുപോലെ ഈവൻ എവറിത്തിങ്, നിങ്ങൾക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം, നേരിട്ട് കണ്ടാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. എവറിത്തിങ് ഈസ് ലൈക്ക് അമേസിങ്. ആ ഒരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഒരു ഗോൾഫ് വ്യൂ ഉണ്ട് പുറത്തേക്ക്. നല്ല ബാൽക്കണി എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊരു ടെറസ് പോലത്തെ ഒരു ബാൽക്കണിയാണ്. നല്ല സ്പേസ് ഉള്ള, നമുക്ക് ഈവനിങ് ഒക്കെ ഇരിക്കാൻ പറ്റിയ, ഈവനിങ് ചായ കുടിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ടെറസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാഷ്റൂം ഞാൻ കാണിച്ചു തരാം. വാഷ്റൂം അടിപൊളിയാണ്. ഈ വാഷ്റൂം നിങ്ങൾ കണ്ടാൽ നമ്മുടെ പഴയ പാലസിലൊക്കെ ഉള്ള പോലെ ഉള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ സെൻസേഴ്സാണ്, നല്ല സ്മാർട്ട് ഹോമാണ്. ഈ ഷെൽഫാണെങ്കിലും ഇവിടുത്തെ വാർഡ്രോബ്സ് ആണെങ്കിലും എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് അവർ ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ടബ് കണ്ടോ, നല്ല ഭംഗിയില്ലേ. അതുപോലെ മിററാണെങ്കിലും ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ എത്രത്തോളം ഔട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നേരിട്ട് കാണുന്നൊരു ഭംഗി വീഡിയോയിലുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അതിനെ കവർ ചെയ്തിട്ടുണ്ട്. ആ കൊടുക്കുന്ന വിലയ്ക്കുള്ളത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റിൽ മെൻഷൻ ചെയ്യും. ഇതാണ് ഡോറിൻ്റെ ഹാൻഡിൽസൊക്കെ നല്ല സ്റ്റൈലിൻ ഹാൻഡിലാണ്. അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മൾ ആ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് വരുമ്പോൾ എഗെയിൻ ഒരു നല്ലൊരു ബാൽക്കണി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ താഴേക്കുള്ള സ്റ്റെയർ കേസാണ്, ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള. ഇത് അപ്സ്റ്റേഴ്സിലേക്കുള്ള സ്റ്റെയർ കേസാണ്, എഗെയിൻ സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള. ഈ ഫ്ലോറിൽ ഒരു 4 മാസ്റ്റർ ബെഡ്റൂംസാണ്. എല്ലാ ബെഡ്റൂംസും മാസ്റ്റർ ബെഡ്റൂംസ് എന്ന് പറയുന്നത് ആ രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കുറവും ഒന്നിനും വരുത്തിയിട്ടില്ല. സ്പേസിനാണെങ്കിലും അതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനാണെങ്കിലും ഈവൻ സെൻസേഴ്സൊക്കെ ആണെങ്കിലും വളരെ എല്ലാം ഹൈ പ്രീമിയം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. നമുക്ക് ഇവിടുന്നും ഈ പറയുന്ന ഈ ബാൽക്കണി നോക്കൂ, എന്ത് സ്പേഷ്യസ് ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡൊക്കെ ആണെങ്കിലും ഓരോ ബെഡ്റൂമിനും ഓരോ തീമും ഓരോ ഡിസൈനുമാണ്.
ഇവിടെ ഒരു ഹോഴ്സിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. ആ പടമൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വാഷ്റൂമിലേക്കാണെങ്കിലും നമ്മൾ അറ്റാച്ച് വാഷ്റൂമിലേക്ക് വന്നാലും സെയിം, വാഷ്റൂംസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതിൻ്റെ ഡിസൈനും അതിൻ്റെ തീമൊക്കെ സെയിം ആണ്. ബെഡ്റൂം മാത്രമാണ് കുറച്ച് ഡിഫറൻസ് ആയിട്ട് എല്ലാ റൂമിലേക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കാണാം. ഡെമാക്ലിസ് 1 എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ്. ഡെമാക്ലിസ് 2 എന്ന് പറയുന്നത് അഗൈൻ ഒരുപാട് ദൂരെയാണ്. ഡെമാക്ലിസ് 1 എന്ന് പറയുന്നത് നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്, മാസ കമ്മ്യൂണിറ്റിയാണ്. ഇതാണ് ഗേറ്റൊക്കെ വരുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ. സെക്കൻഡ് ഫ്ലോറിലും സെയിം എന്താ പറയുക, ഒരു 3 മാസ്റ്റർ ബെഡ്റൂംസ് ഉണ്ട്. ഇവിടെ ഫ്ലോർ ടു സീലിംഗ് ഹൈറ്റ് അല്പം കുറവാണ്. നല്ലൊരു സ്പേഷ്യസ് മാസ്റ്റർ. ഇതാണ് ഒരു മാസ്റ്റർ കം മാസ്റ്റർ, എന്ത് മാസ്റ്റർ എന്നറിയില്ല. ഭയങ്കര ഹ്യൂജ് എന്താ പറയുക, വലിയൊരു ബെഡ്റൂമാണിത്, മാസ്റ്റർ ബെഡ്റൂമാണ് ഇത്. എനിക്ക് തോന്നുന്നു സൈസ് ഒരു നോർമൽ ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈസുള്ളൊരു എന്താ പറയുക ഒരു മാസ്റ്റർ ബെഡ്റൂമാണിത്. അത്ര സ്പേഷ്യസ് ആണിത്. ബാൽക്കണി, ഇവിടുന്ന് നമുക്ക് ബാൽക്കണി ആക്സസ് ഉണ്ട്. ബാൽക്കണി കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഏകദേശം ഒരു എനിക്കൊന്നൊരു 2000 സ്ക്വയർ ഫീറ്റോളം ബാൽക്കണി തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്, ഗോൾഫ് വ്യൂ. അതുപോലെ ലേക്ക് ഉണ്ട്, ചെറിയൊരു ലേക്ക് വ്യൂ ഉണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇത് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സ്, ഡൗൺ ടൗണിൽ നിന്ന് 20 മിനിറ്റ്സ് ആദ്യം പറഞ്ഞു. ഫാം ജുമേറിയിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ്സ് മാത്രമേ ഈ ലൊക്കേഷനിലേക്കുള്ളൂ. അപ്പോൾ എന്നാൽ സിറ്റിയിൽ നിന്ന് അടുത്താണ്. സിറ്റിയുടെ യാതൊരുവിധ ടെൻഷനും അതുപോലെ യാതൊരുവിധ സൗണ്ട് നോയ്സും അങ്ങനത്തെ ഒരു പ്രശ്നവും ഒന്നുമില്ലാത്തൊരു ലൊക്കേഷനാണ്. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂം കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഒന്ന് കണ്ടു നോക്കി, ഒന്നും പറയാനില്ല. നല്ല എന്താ പറയുക, ഒരു ഇവിടെ കിടന്ന് വേണമെങ്കിൽ ഉറങ്ങാം, നോ പ്രോബ്ലം. അത്ര ക്വാളിറ്റിയാണ്. ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹോളിൻ്റെ സൈസ് ഉണ്ട് വാഷ്റൂം അപ്രോക്സിമേറ്റ്ലി. ഇനി 2 ബെഡ്റൂംസും കൂടി ഉണ്ട്. 2 ബെഡ്റൂമൊക്കെ കാണിച്ച് സമയം കളയുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ബേസ്മെൻറ്റിലുള്ള അമ്യൂണിറ്റീസ് കാണിച്ചു തരാം. തിയേറ്റർ ഉണ്ട്, യോഗ ഏരിയ ഉണ്ട്, ജിമ്മുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവിടുത്തെ ബേസ്മെൻറ്റ് പാർക്കിംഗ് ആണ്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ബേസ്മെൻറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്സ്റ്റേഴ്സിലേക്ക് പോകാനുള്ള സ്റ്റെയറാണിത്. ഇവിടെയാണ് എല്ലാ അമ്യൂണിറ്റീസും ഉള്ളത്. നമുക്ക് ഇവിടെ ജക്കൂസി ഉണ്ട്, അതുപോലെ ചെറിയ സ്പാ ഏരിയ ഉണ്ട്. എല്ലാ പരിപാടിയും നമുക്കിവിടെ ഒരുവിധപ്പെട്ട എല്ലാ അമ്യൂണിറ്റീസും ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ജിമ്മ് സെറ്റ് ചെയ്തിട്ടില്ല. ആക്ച്വലി ജിമ്മ് ഒരു നമ്മൾ പേഴ്സണലായിട്ടല്ല ചെയ്യുന്നത്, അതുകൊണ്ട് ജിമ്മ് സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് തിയേറ്റർ കാണിച്ചു തരാം. തിയേറ്റർ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. തിയേറ്ററാണ് ഏറ്റവും അടിപൊളി. ഇവിടെ തിയേറ്റർ നല്ല ബ്യൂട്ടിഫുൾ തിയേറ്ററാണ്. ഏകദേശം 10 പേർക്ക് കൂളായിട്ടൊരു സിനിമ കാണാൻ പറ്റിയൊരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള തിയേറ്ററാണ്. സീലിംഗ് ഒക്കെ ആണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് റോൾസ് റോയ്സിൻ്റെ ഒക്കെ പോലത്തെ സീലിംഗ് ആണ് ആക്ച്വലി ചെയ്തിരിക്കുന്നത്. ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു പാർട്ട് ഈ വില്ലയുടെ ബേസ്മെൻ്റ് ആണ്. ഏകദേശം 7-8 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലെ ഏറ്റവും അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് ഈ റിവോൾവിംഗ് ആയിട്ടുള്ള ലിഫ്റ്റാണ്. കാറ് സപ്പോസ് ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തിരിക്കേണ്ട ആവശ്യമില്ല. നേരെ ഈ റിവോൾവിംഗ് ആയിട്ടുള്ള ഈ ഏരിയയിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് റിവോൾവായി റിവേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ റിവോൾവിംഗ് ആയിട്ടുള്ള ഈ ലിഫ്റ്റിൽ നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഈസി ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോവാം. നല്ല കൂളായിട്ടുള്ള ഒരു ബേസ്മെൻറ്റ് ഗ്യാരേജാണ്. ഒരു 7 കാറുകൾക്ക് സുഖമായിട്ട് ഈ ഗ്യാരേജിൽ പാർക്ക് ചെയ്യാം. എനിക്ക് ഈ വില്ലയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു ഡിസൈൻ എലമെൻറ്റ് ഇതിൻ്റെ പാർക്കിംഗ് ആണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈറ്റ്സ് ഒക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല ലക്ഷറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഇലക്ട്രിക് കാറുകൾക്കുള്ള പാർക്കിംഗ് എന്താ പറയുക ചാർജിങ് സ്പോട്ട്സ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇതിൻ്റെ സീലിംഗ് വരെ ഈ ഒരു പാർക്കിങ്ങിൻ്റെ ബേസ്മെൻറ്റ് പാർക്കിങ്ങിൻ്റെ സീലിംഗ് വരെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്.